നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ താലൂക്കിൽ പൂർണ്ണവും സമാധാനപരവുമായിരുന്നു. അഞ്ചലിൽ ശ്രീനാരായണ ഗുരുമന്ദിരവും പ്രതിമയും തകർത്ത നിലയിൽ. പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ താലൂക്ക് ആശുപത്രിയായി ഉയരുമെന്ന് കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. വാർത്തകൾ വിശദമായി. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പത്തനാപുരം താലൂക്കിൽ പൂർണ്ണവും സമാധാനപരവുമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സർക്കാർ ഓഫീസുകൾ പ്രവർത്തിച്ചില്ല. വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഇറക്കിയ വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പത്തനാപുരം താലൂക്കിൽ പൂർണ്ണവും സമാധാനപരവുമായിരുന്നു. ഇരുചക്ര വാഹനങ്ങളും അവശ്യ സർവീസുകളും മാത്രമേ നിരത്തിലിറങ്ങിയുള്ളൂ. പുനലൂരിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഹോട്ടലുകളും മെഡിക്കൽ സ്റ്റോറുകൾ പോലും തുറന്നില്ല. KSRTC നിരത്തിലിറങ്ങിയില്ല. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും ഹർത്താൽ ബാധിച്ചു. ബന്ദിന്റെ പ്രതീതി ഉളവാക്കുന്ന തരത്തിലായിരുന്നു ഹർത്താൽ. ശബരിമല ഭക്തരുടെ വാഹനങ്ങൾ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. വിവാഹ ചടങ്ങുകളിലും മറ്റും പങ്കെടുക്കാനുള്ളവരെയും മറ്റ് അവശ്യ സർവീസുകളെയും ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ശബരിമല യാത്രക്കാർക്ക് ഹർത്താൽ ബാധകമായില്ല. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി രാവിലെ മുതൽ തന്നെ പട്ടണവും പരിസര പ്രദേശങ്ങളും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. പൊതുവെ ഹർത്താൽ സമാധാനപൂർണമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. LDF ആഹ്വാനം ചെയ്ത ഹർത്താലിനോടനുബന്ധിച്ച് സമരാനുകൂലികൾ പട്ടണത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് LDF ആഹ്വാനം ചെയ്ത ഹർത്താലിനോടനുബന്ധിച്ച് അനുകൂലികൾ പുനലൂർ പട്ടണത്തിൽ പ്രകടനം നടത്തി. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ പാടില്ല, മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ കേരളത്തിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ, ജാതി സാമുദായിക വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും, സമസ്ത വിഭാഗം ജനങ്ങളും ഈ അപരിഷ്കൃതമായ റിപ്പോർട്ട് പരിഷ്കരിച്ചു നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിലാണ്. ഈ റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന് ഇടതുപക്ഷമോ ഈ കേരളത്തിലെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം ഈ രാജ്യത്തിന്റെ മഹത്തായ പച്ചപ്പ് സംരക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ നീക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് മാധവ് ഗാഡ്ഗിൽ കമ്മീഷനെ നിയോഗിക്കുന്നത്. മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയിലാകെ പ്രതിഷേധം ക്ഷണിച്ചു വരുത്ത പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ആവശ്യം വേണ്ട മാറ്റങ്ങൾ വരുത്താൻ കസ്തൂരി രംഗൻ എന്ന് പറയുന്ന ആളെ നിയോഗിക്കുന്നത്. NCP സംസ്ഥാന കമ്മിറ്റി അംഗം K ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ജോബോയ് പെരേര സ്വാഗതം പറഞ്ഞു. CPM ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ, ടൈറ്റസ് സെബാസ്റ്റ്യൻ, R ഗുരുദാസ്, രാജേന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പശ്ചിമഘട്ട സംരക്ഷണം അനിവാര്യമാണെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർ രംഗത്ത്. കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ രംഗത്തെത്തിയവർ വനം പാറക്കോറി മാഫിയകളാണെന്നും ഇവർ ആരോപിച്ചു. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങളും പ്രചരണങ്ങളും ജനങ്ങൾ തള്ളിക്കളയണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ രംഗത്തെത്തിയവർ വനം പാറക്കോറി മാഫിയകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു. കൊല്ലം ജില്ലയിലെ ഇടമൺ, തെന്മല, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, പിറവന്തൂർ, പുന്നല, ചണ്ണപ്പേട്ട, തിങ്കൾക്കരിക്കം എന്നീ വില്ലേജുകളെയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടും ബാധിക്കുക. എന്നാൽ പ്രദേശവാസികളെ കുടിയൊഴിപ്പിക്കുകയോ കാർഷിക വൃത്തിയെ ബാധിക്കുകയോ ചെയ്യുന്ന റിപ്പോർട്ടല്ല ഇതെന്നും പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം, ജൈവ കൃഷിയെ സംരക്ഷിക്കുക എന്നിവയാണ് ഈ കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ പ്രധാന നിർദ്ദേശങ്ങളെന്നും പശ്ചിമഘട്ട പരിരക്ഷയ്ക്ക് വേണ്ടി പരിസ്ഥിതി സംഘടനകൾ ഒന്നിച്ച് പ്രചരണം നടത്തുമെന്നും പരിസ്ഥിതി പ്രവർത്തകനും യൂത്ത് ഫോർ എൻവയോൺമെന്റ് സംസ്ഥാന ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗവുമായ അമേഷ് ലാൽ പറഞ്ഞു. സത്യത്തിൽ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടെന്ന് പറയുന്നത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി
സമർപ്പിച്ചിട്ടുള്ള പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. വെസ്റ്റേൺ ഗട്ട്സ് എൻവയോൺമെൻറ്റൽ എക്സ്പേർട്സ് പാനൽ എന്ന് പറയുന്ന സമിതി സമർപ്പിച്ചിട്ടുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടാണ് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. പക്ഷേ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്നും അത് ചർച്ച ചെയ്യപ്പെടുന്നതിൽ നിന്നും തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നാടകമാണ് ഇന്നത്തെ ഹർത്താൽ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം കസ്തൂരിരംഗൻ റിപ്പോർട്ട് തന്നെ പശ്ചിമഘട്ടത്തെ ഒരു തരത്തിലും സംരക്ഷിക്കാൻ ഉതകാത്ത ഒരു വ്യാജമായ റിപ്പോർട്ടാണ്. കപടമായിട്ടുള്ള ഗോവയിലെ 35,000 കോടിയുടെ മുതൽ മുടക്കുള്ള ഖനി മാഫിയയുടെ ശബ്ദം മാത്രം പുറത്തേൽപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട്. അപ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ സമരം ചെയ്തുകൊണ്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ജനങ്ങളിലേക്ക് എത്തുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഖനി മാഫിയയുടെയും പ്ലാന്റേഷനുകളുടെയും മതരാഷ്ട്രീയ ലോബികളുടെയും ഒരു രാഷ്ട്രീയ നാടകമാണ് ഇന്നത്തെ ഹർത്താലിൻ്റെ പേരിൽ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമഘട്ടത്തെ മുഴുവനായി 1,62,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പശ്ചിമഘട്ടത്തെ 3 പരിസ്ഥിതി വിലോല മേഖലകളായി കണ്ടുകൊണ്ട് 3 മേഖലകളിലും വേണ്ട നിയന്ത്രണങ്ങളെക്കുറിച്ച്, പശ്ചിമഘട്ടത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ട നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ചിട്ട്. അതിൽ കർഷക വിരുദ്ധമായി ഒന്നുമില്ല. അതിൽ വിരുദ്ധമായി സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതിൽ ദോഷം സംഭവിക്കുന്നത് അനിയന്ത്രിതമായ രീതിയിൽ പാറ ഖനനം ചെയ്തു കൊണ്ടുപോകുന്ന, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന, വനം വെട്ടിയൊഴിപ്പിച്ചുകൊണ്ട് പ്ലാന്റേഷനുകൾ സ്ഥാപിക്കുന്ന വൻകിട കുത്തകകൾക്കും മുതലാളിമാർക്കും മാത്രമാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ദോഷം സംഭവിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ സാധാരണ കർഷകനെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു ഒന്നല്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വായിച്ചു വളരുന്ന തലമുറയാണ് രാജ്യത്തിന്റെ സമ്പത്തെന്ന് രാജ്യസഭാ അംഗം KN ബാലഗോപാൽ. പട്ടാഴി വടക്കേക്കര മണയറ ഗാന്ധി മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമീണ മേഖലയിലെ ഗ്രന്ഥശാലകളാണ് സാംസ്കാരിക വൈജ്ഞാനിക രംഗത്ത് പല ഉന്നതരെയും സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളതെന്നും പഴയ തലമുറയെ വൈജ്ഞാനികമായി സമ്പന്നമാക്കിയിരുന്ന ഗ്രന്ഥശാലകളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആധുനികമായ മാറ്റം അനിവാര്യമാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പൊതുമേഖല നമ്മുടെ സാധാരണ വിദ്യാർത്ഥികൾ, നമ്മുടെ ഈ മണയറ എന്ന് പറയുന്ന ഏറ്റവും ഉൾനാടൻ പ്രദേശത്തുള്ള കേരളത്തിലെ വിദ്യാർത്ഥി വരെ ലോകത്തിലെ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളുള്ള അമേരിക്കയോ ഇംഗ്ലണ്ടോ പോലെയുള്ള സ്ഥലത്തെ കുട്ടികൾക്കുള്ള വിവരമുള്ള തരത്തിലേക്ക് നമ്മുടെ നാട്ടിലെ കുട്ടികളും ഇന്ന് വളർന്നു വികസിച്ചു വന്നിട്ടുണ്ട്. കേരളത്തിന്റെ പ്രത്യേകതകൾ കാരണം, വിദ്യാഭ്യാസ മേഖലയിലെ പ്രത്യേകത കാരണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കൂടുതൽ നന്നായി വരാൻ KN ബാലഗോപാൽ MPയുടെ വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ അനുവദിച്ചാണ് പുതിയ ലൈബ്രറി കെട്ടിടം നിർമ്മിച്ചത്. മണയറ പോലുള്ള ഗ്രാമീണ മേഖലയുടെ ഉന്നമനത്തിൽ വായിച്ചു വളരുന്ന തലമുറ ആവശ്യമാണെന്നും അതിന് ഇത്തരം വൈജ്ഞാനിക കേന്ദ്രങ്ങൾ അനിവാര്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N സുധാകരൻ അധ്യക്ഷത വഹിച്ചു. പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിൽ വികസന രംഗത്ത് ഒട്ടനവധി സംഭാവനകൾ നൽകാൻ KN ബാലഗോപാൽ MPക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും N സുധാകരൻ അധ്യക്ഷ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. മണയറ വാർഡിൽ 5 ലക്ഷം രൂപ മുതൽ മുടക്കി ലൈബ്രറി കെട്ടിടം നിർമ്മിച്ചു നൽകിയ KN ബാലഗോപാൽ MPക്ക് വാർഡ് മെമ്പർ രമാദേവി സ്വാഗത പ്രസംഗത്തിൽ നന്ദി പ്രകാശിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ദീപാകുമാരി, ചെളിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് R ആനന്ദരാജൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB സജീവ്, K അരവിന്ദാശൻ ഉണ്ണിത്താൻ, V ശിവൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടന ചടങ്ങിനെത്തിയ KN ബാലഗോപാലിനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സമ്മേളന നഗരിയിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചൽ പാലമുക്കിലെ ശ്രീനാരായണ ഗുരുമന്ദിരം തകർത്ത നിലയിൽ. ഞായറാഴ്ച രാത്രിയാണ് സംഭവം. പോലീസ് സ്ഥലത്ത് കാവൽ ശക്തമാക്കി. ഗുരുദേവ പ്രതിമയും ഗുരുമന്ദിരവും കല്ലെറിഞ്ഞു തകർത്തതിൽ പ്രതിഷേധിച്ച് സർവകക്ഷി പ്രതിഷേധ യോഗം ചേർന്നു. ഞായറാഴ്ച വൈകുന്നേരം 5 മണിയോടെ പാലമുക്കിൽ നടന്ന യോഗം പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു ഉദ്ഘാടനം ചെയ്തു. ശാഖയുടെ ആഭിമുഖ്യത്തിലുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമ വളരെ ബോധപൂർവം തന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി വളരെ നീചമായ തരത്തിൽ കല്ല് വെച്ച് എറിഞ്ഞ് ഈ ശ്രീനാരായണ പ്രതിമ ഇരിക്കുന്ന കെട്ടിടത്തിൻ്റെ ചില
കല്ലുകൾ തകർക്കുകയും ആ തകർത്ത അതേ കല്ല് തന്നെ ഗുരുദേവൻ്റെ തലയിൽ തട്ടി ആ പ്രതിമയ്ക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തു. ഇവിടെ മതസൗഹാർദ്ദവും അതുപോലെ തന്നെ സാഹോദര്യം തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഏതോ സാമൂഹ്യ വിരുദ്ധർ നടത്തിയിട്ടുള്ള അത്യന്തം ഹീനമായിട്ടുള്ള ഒരു നടപടിയാണ്. SNDP താലൂക്ക് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം സുന്ദരേശന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN. വാസവൻ, ദേശീയ ഫിലിം സെൻസർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് സൈമൺ അലക്സ്, BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ, നിയോജകമണ്ഡലം സെക്രട്ടറി പുത്തയം ബിജു, ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ മോഹനൻ പിള്ള, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഏരൂർ സുഭാഷ്, SNDP യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് അർച്ചന K. രവീന്ദ്രൻ, ശാഖാ സെക്രട്ടറി തമ്പി, പ്രസിഡന്റ് ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രദേശത്തെ സമാധാനാന്തരീക്ഷം തകർക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണ് ആക്രമണത്തിന് പിന്നിലെന്നും ജനങ്ങൾ ജാഗരൂകരായി സംയമനം പാലിച്ച് പ്രദേശത്തെ സമാധാനാന്തരീക്ഷം നിലനിർത്തണമെന്നും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ സ്നാനഘട്ടത്തിൽ കല്ലടയാറ്റിൽ താൽക്കാലിക സംരക്ഷണ വേലി സ്ഥാപിച്ചു. ഇവിടെ കുളിക്കാനിറങ്ങുന്ന അയ്യപ്പ ഭക്തർ ഒഴുക്കിൽപ്പെട്ട് പോകാതിരിക്കാനാണ് സംരക്ഷണ വേലി സ്ഥാപിച്ചത്. പുനലൂർ നഗരസഭ സ്നാനഘട്ടത്തിൽ സംരക്ഷണ വേലി സ്ഥാപിച്ചു. കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങുന്ന അയ്യപ്പ ഭക്തർ ഒഴുക്കിൽപ്പെടാതിരിക്കാനായാണ് സ്നാനഘട്ടത്തിലെ കുളിക്കടവിൽ താൽക്കാലിക സംരക്ഷണ വേലി സ്ഥാപിച്ചത്. കൂടാതെ ശബരിമല ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് പുനലൂരിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കുവാൻ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതായും നഗരസഭാ വൈസ് ചെയർമാൻ S. ബിജു അറിയിച്ചു. നഗരസഭയുടെ നേതൃത്വത്തിൽ അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി വിപുലമായിട്ടുള്ള ആലോചനകളും ആവശ്യമായ തീരുമാനങ്ങളും എടുത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി പുനലൂരിലെ സ്നാനഘട്ടത്തിൽ കടവിലിറങ്ങുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടി ബാരിക്കേഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ ഹോട്ടൽ പൂർണ്ണമായി വെജിറ്റേറിയനാക്കി മാറ്റിയിട്ടുണ്ട്. അയ്യപ്പന്മാർക്ക് വേണ്ടി സൗകര്യപ്പെടുത്തിയിട്ടുള്ള വിരി നിൽക്കുന്ന പ്രദേശത്ത് സാധാരണഗതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാമുള്ള തൊഴിലാളികളും മറ്റാളുകളും എല്ലാമാണ് വന്ന് കിടക്കുന്നത്. അവരെയെല്ലാം പൂർണ്ണമായി അവിടുന്ന് ഒഴിപ്പിച്ച് അവിടെ അയ്യപ്പ ഭക്തന്മാരുടെ വിശ്രമത്തിന് വേണ്ടി മാത്രം ഒഴിച്ചിടുന്ന സംവിധാനങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ TB ജംഗ്ഷനും ആ പരിസര പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു സ്ക്വാഡിനെ തന്നെ നിശ്ചയിച്ച് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഒരു വീഴ്ചയും വരാതിരിക്കുന്നതിനു വേണ്ടി നഗരസഭയുടെ ശുചീകരണ വിഭാഗത്തിന്റെ തലവനെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും നഗരസഭാ ഭരണാധികാരി എന്ന നിലയിൽ ഞങ്ങൾ ചുമതലപ്പെടുത്തി അതിന് പ്രത്യേകമായ യോഗമെല്ലാം ചേർന്ന് പ്രത്യേകം ചുമതലകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൂടാതെ അവിടെ ഉപയോഗിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ ശരീരത്തിന് മാരകമായിട്ടുള്ള രോഗകാരണമാകുന്ന വസ്തുക്കൾ അടങ്ങിയിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശോധനയും കൃത്യമായി നടത്തും. അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ പത്തനാപുരം താലൂക്ക് തഹസീൽദാർ അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ അവരെല്ലാമായി ചേർന്നുകൊണ്ട് സംയുക്തമായും പുനലൂർ താലൂക്ക് ഓഫീസിൽ MLAയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ശബരിമല തീർത്ഥാടകരുടെ വാഹനം കലയനാട് അപകടത്തിൽപ്പെട്ടു. വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ പരുക്കുകളൊന്നും ഉണ്ടാകാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശബരിമല തീർത്ഥാടകരുടെ മിനി ബസ് കലയനാട് അപകടത്തിൽപ്പെട്ടു. ബസ്സിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആന്ധ്രാപ്രദേശ് നൽഗൊണ്ട സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ശബരിമല ദർശനം കഴിഞ്ഞ് ഇവർ ആന്ധ്രാപ്രദേശിലേക്ക് പോവുകയായിരുന്നു. തൃച്ചിയിൽ നിന്നും സിമന്റുമായി കൊല്ലത്തേക്ക് വരികയായിരുന്ന TN 3495 എന്ന നമ്പരിലുള്ള ലോറി മിനി ബസിന്റെ മധ്യഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ ഒരു വശം ഉയർന്ന് മറിയുന്ന ഘട്ടം വരെ എത്തി. വാഹനത്തിലുണ്ടായിരുന്ന അയ്യപ്പ ഭക്തർ പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ലോറിയുടെ ക്ലച്ച് ജാമായി വേഗം കൂടി ഇടിക്കുകയായിരുന്നെന്ന് ഡ്രൈവർ പറഞ്ഞു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മണിക്കൂറുകൾ പണിപ്പെട്ടാണ് ഗതാഗതം പുനരാരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ താലൂക്ക് ആശുപത്രിയായി ഉയരുമെന്ന് കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. പത്തനാപുരം CHSയിൽ പണികഴിപ്പിച്ച OP ബ്ലോക്ക് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല തീർത്ഥാടകർക്ക് പത്തനാപുരം CHSE ഉപയോഗപ്രദമാകണമെന്നും
അതിനാവശ്യമായ എല്ലാ പരിശ്രമവും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ താലൂക്ക് ആശുപത്രി ഉയർത്തുന്നതിനു വേണ്ട എല്ലാ സഹായവും ചെയ്തു നൽകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ ജോലികളിൽ നിന്ന് ഒഴിയെത്തിയ ആളുകൾ ആവശ്യപ്പെടുന്ന ആളുകൾ നമ്മുടെ ആശുപത്രികൾ എത്രത്തോളം ഫലപ്രദമായി പ്രവർത്തിക്കണം എന്നതിന്റെ ഒരു സൂചനയാണ് ആരോഗ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. നിലവിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കെട്ടിടം കൂടുതൽ സൌകര്യത്തോടെ ബഹുനില മന്ദിരമായി പണിയുമെന്നും തന്റെയും കെ.എൻ. ബാലഗോപാൽ എംപിയുടെയും കെ.ബി. ഗണേഷ് കുമാർ എംഎൽഎയുടെയും സഹകരണത്തോടെ പത്തനാപുരം CHCയെ താലൂക്ക് ആശുപത്രിയായി ഉയർത്താൻ കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പത്തനാപുരം എംഎൽഎ കെ.ബി. ഗണേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പത്തനാപുരത്ത് ഒരു നല്ല ആശുപത്രി ഇല്ല എന്നത് ഏറ്റവും വലിയ കുറവാണെന്നും UIT പ്രവർത്തിക്കുന്ന കെട്ടിടവും സ്ഥലവും പത്തനാപുരം CHCയുടെ വികസനത്തിനായി വിട്ടുകിട്ടിയാൽ കിഴക്കൻ മേഖലയിലെ ഏറ്റവും നല്ല സർക്കാർ ആശുപത്രിയായി പത്തനാപുരം ഗവൺമെന്റ് ആശുപത്രി മാറുമെന്ന് ഗണേഷ് കുമാർ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ പ്രവർത്തനരഹിതമായി കിടക്കുന്ന ആംബുലൻസ് സഞ്ചാരയോഗ്യമാക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് നടപടി സ്വീകരിക്കാത്തതിൽ ബ്ലോക്ക് പ്രസിഡന്റ് ആശാ ശശിധരന്റെയും BDOയുടെയും സാന്നിധ്യത്തിൽ MLA വിമർശനമുയർത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിയാമ്മ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ദിലീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ RS ബീന, ആരോമൽ ഉണ്ണി, G. രാധാമോഹൻ, രാജമ്മ ലാലി, ദീപാകുമാരി, R. രാജിമോൻ, DCC ജനറൽ സെക്രട്ടറി CR നജീബ്, AR ബീന, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പത്മകേസരി തുടങ്ങി നിരവധി പ്രമുഖർ പ്രസംഗിച്ചു. ആശാവർക്കർമാർ, ആരോഗ്യ രക്ഷാപ്രവർത്തകർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കുകൊണ്ടു. പത്തനാപുരം CHCയിൽ പുതിയ ബഹുനില മന്ദിരം പണിതത് കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിന്റെ ശ്രമഫലമായി NRHM ഫണ്ട് ഉപയോഗിച്ചാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇളമണ്ണൂരിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വൃദ്ധൻ ഓട്ടോറിക്ഷ ഇടിച്ചു മരിച്ചു. മാരൂർ സ്വദേശി 72-കാരനായ ജോയിയാണ് മരിച്ചത്. ചികിത്സ നൽകുന്നതിന് സ്വകാര്യ ആശുപത്രിക്ക് വീഴ്ച പറ്റിയെന്നാരോപിച്ച് പ്രദേശവാസികൾ ആശുപത്രി ഉപരോധിച്ചു. ഇളമണ്ണൂർ മാരൂർ ജംഗ്ഷനിൽ 72-കാരൻ ഓട്ടോറിക്ഷ ഇടിച്ച് മരണപ്പെട്ടു. ഞായറാഴ്ച സന്ധ്യയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. റോഡ് മുറിച്ച് കടക്കവെയാണ് ഓട്ടോറിക്ഷ ഇടിക്കുന്നത്. മാരൂർ താറുതറയിൽ വീട്ടിൽ ജോയിയാണ് അപകടത്തിൽ മരിച്ചത്. പ്രദേശവാസികളും ഓട്ടോറിക്ഷ ഡ്രൈവറും ചേർന്ന് ഉടൻ തന്നെ അപകടത്തിൽപ്പെട്ട ആളെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ അബോധാവസ്ഥയിലായിരുന്ന ആൾക്ക് ആശുപത്രി അധികൃതർ ചികിത്സ നൽകാതിരുന്നതുമൂലമാണ് വൃദ്ധൻ മരിക്കാനിടയായതെന്ന് ആരോപിച്ച് പ്രദേശവാസികൾ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആശുപത്രി അധികൃതരും പ്രദേശത്തെ യുവാക്കളും തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പേഷ്യന്റ് ആക്സിഡന്റ് കൊണ്ടുവന്നതാ. ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി അകത്തോട്ട് കയറ്റിയപ്പോൾ ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞെടുത്ത് വെളിയിൽ തള്ളി സ്ട്രക്ചറിലൂടെ. ഞങ്ങൾ വന്നപ്പോൾ പുള്ളി ചോര ഒലിപ്പിച്ച് ഇങ്ങനെ അവിടെ കിടക്കുക. പിന്നെ ഞങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെന്ന് പറഞ്ഞ് ബേളം ഉണ്ടാക്കി ഇതിനകത്തോട്ട് കയറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി മരിച്ചു. ഫസ്റ്റ് എയ്ഡ് കൊടുത്തിരുന്നെങ്കിൽ പുള്ളിയുടെ ജീവൻ രക്ഷിക്കായിരുന്നു. ആ ഒരു സാമാന്യ മര്യാദ പോലും ഈ ഹോസ്പിറ്റലിൽ കാണിച്ചില്ല. ഞങ്ങൾ വന്നപ്പോൾ എന്താ വെളി കിടക്കുക സ്ട്രക്ചറിൽ. എവിടെ ഓട്ടെ തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞ് എടുത്ത് വെളി ഇട്ടേക്കുക. പുള്ളി ചോര ഒലിപ്പിച്ച് ഇവിടെ കിടക്കുക. അല്ല, അദ്ദേഹം മരിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേനും ഫസ്റ്റ് എയ്ഡ് കൊടുക്കാത്ത എന്താണെന്ന് വിചാരിച്ച് പറഞ്ഞപ്പോൾ അവർ പറയാണ് എന്താണ് അത് തലയ്ക്ക് മുറിവാണ്, അവിടെ മുറിവാണ്, ചെവി കൂടെ ചോര എടുക്കും, എന്നാലേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. ഇതുമാതിരിയുള്ള മറുപടിയാണ് അവർ പറയുന്നത്. സ്വകാര്യ ഹോസ്പിറ്റലുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന ഒരു പ്രശ്നം, അത്യാഹിതം സംഭവിച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തോ സംഭവിച്ചു പോകുന്ന തൊടില്ല. അവർക്ക് എന്തോ ആയിക്കോട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം അടൂർ, ഞങ്ങളതുകൊണ്ട് എന്ത് വന്നാലും അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അത്രയും ദൂരം ഓടി പോകണ്ടല്ലോ. സ്വകാര്യ ഹോസ്പിറ്റലിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്ത് തന്നാൽ യാതൊരു പ്രശ്നവും അവരെ ബാധിക്കുന്നതല്ല. സ്വകാര്യ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ആക്സിഡന്റ് ആണോ അപ്പോഴേ നോക്കാതെ തള്ളുന്ന ഒരു സ്ഥിതി പല ആളുകളും മരണത്തിലേക്ക് കലാശിക്കാൻ സാധ്യതയായിട്ടുണ്ട്. സ്ഥലത്ത് തടിച്ചുകൂടിയവർ ഹോസ്പിറ്റൽ അധികൃതർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. സംഘർഷാവസ്ഥ രൂക്ഷമായതോടെ പത്തനാപുരം പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കുകയായിരുന്നു. മരണപ്പെട്ട അവസ്ഥയിലാണ് അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിൽ എത്തിച്ചതെന്ന വാദമാണ് ഹോസ്പിറ്റൽ അധികൃതർ ഉയർത്തിയത്. ബന്ധുക്കൾ സ്ഥലത്തെത്തി മൃതദേഹം അടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പരേതയായ തങ്കമ്മയാണ് ഭാര്യ. മോളി, റോസമ്മ, ഷേർലി, സജി എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സാങ്കേതിക കാരണങ്ങളാൽ കൂടുതൽ വാർത്തകളും ചിത്രങ്ങളും ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും.
കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ താലൂക്കിൽ പൂർണ്ണവും സമാധാനപരവുമായിരുന്നു. അഞ്ചലിൽ ശ്രീനാരായണ ഗുരുമന്ദിരവും പ്രതിമയും തകർത്ത നിലയിൽ. പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ താലൂക്ക് ആശുപത്രിയായി ഉയരുമെന്ന് കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.